जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഒരു ഡിവോട്ടി എഴുതിയ ബുക്കിലുള്ളതാണ്. അതിൽ മുതിർന്ന ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങൾ പറയുന്നുണ്ട്. അതിൽ ശ്രുതകീർത്തി എന്ന് പറഞ്ഞൊരു ഡിവോട്ടി ഉണ്ട്. പ്രഭുപാദിന്റെ സെർവൻ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷാത്കാരം പറയാണ്. പ്രഭുപാദ് ബോംബെയിലുണ്ടായിരുന്ന സമയത്ത് രാവിലെ മോർണിംഗ് വാക്കിന് പോവുമായിരുന്നു. അപ്പം പ്രഭുപാദിന്റെ സെക്രട്ടറി ആയിട്ടുള്ളത് ശ്യാം സുന്ദർ പ്രഭു ആണ്. പിന്നെ സെർവൻ്റായിട്ട് ശ്രുതകീർത്തി പ്രഭു ഉണ്ട്. പിന്നെ സാൻസ്ക്രിറ്റ് എഡിറ്ററായിട്ട് പ്രത്യുമ്ന പ്രഭു ഉണ്ട്. അപ്പം ഇവരെ മൂന്നുപേരെയും കൂട്ടിയാണ് പ്രഭുപാദ് മോർണിംഗ് വാക്കിന് പോകുന്നത്. ആ കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള കാറുകളാണ് ഉള്ളത്. ഒന്നൊരു അംബാസഡർ, പിന്നെ പ്ലൈമൗത്ത് എന്ന് പറഞ്ഞൊരു കാറുണ്ട്. ഈ രണ്ട് കാറുകളാണ് ബോംബെയിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ കാറുള്ളവർക്ക് അവരുടെ കയ്യിൽ ഒന്നെങ്കിൽ അംബാസഡറോ അല്ലെങ്കിൽ ഇതോ കാണും. അപ്പം അന്ന് ഇവരുടെ കയ്യിൽ ഒരു പ്ലൈമൗത്ത് കാറാണുള്ളത്. അപ്പം ഒരു പ്രഭുപാദ് ശ്യാം സുന്ദർ പ്രഭു ഒരു ദിവസം ഇവരെയും കൂട്ടി നടക്കാനായിട്ട് പോയി ബീച്ചിന്റെ സൈഡിലോട്ട്. ബീച്ച് സൈഡിൽ ഇഷ്ടം പോലെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ കാറും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പം എവിടെയോ പാർക്ക് ചെയ്തിട്ട് അവർ നടക്കാനായിട്ട് പോയി. നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവര് കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാറ് തുറന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം പ്രഭുപാദ് ചോദിച്ചു എന്താ സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേന് ശ്യാംസുന്ദർ പ്രഭു പറഞ്ഞു കീ വർക്ക് ചെയ്യുന്നില്ല, ഒട്ടും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നേരം നോക്കിയിട്ടും അത് വർക്ക് ചെയ്യുന്നു. 5 മിനിറ്റ് അങ്ങനെ നിന്ന് പ്രഭുപാദ് നോക്കിക്കൊണ്ടിരുന്നു എന്താണ് വർക്ക് ചെയ്യാത്തതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് 2 ഇന്ത്യക്കാർ വന്നു അവിടെ. അവർ വന്നിട്ട് പ്രഭുപാദിനോട് ഹിന്ദിയിൽ സംസാരിച്ചു. പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. നല്ല സ്നേഹത്തോടു കൂടി സംസാരിച്ചു. കുറേ സംസാരിച്ചതിന് ശേഷം പ്രഭുപാദ് ഇവരോട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അവർ പറയാണ് അവരുടെ കാറാണിത്, അവരുടെ കാറാണ്, നമ്മുടെ കാർ ഇതല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു ഇവര് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. കാരണം ഇതൊരു സ്വാമി ആയതുകൊണ്ട് അവരെ റെസ്പെക്റ്റ് കൊടുത്ത് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് വളരെ ഫ്രണ്ട്ലി ആയതുകൊണ്ട് പ്രഭുപാദ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ശ്യാം സുന്ദർ പ്രഭുവിനെ സ്വന്തം എവിടെ കാറെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വിട്ടിട്ട് ഇവര് എല്ലാം കൂടെ കയറി കാറിൽ പോയി. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ശ്രീല പ്രഭുപാദ് മറ്റേ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാണ് വൈദിക സംസ്കാരം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ രാജ്യത്തായിരുന്നെങ്കിൽ അവർ കാറിനകത്ത് കയറി, പക്ഷെ കീ ആണ് സ്റ്റാർട്ട് ചെയ്തത്. കാറിനകത്ത് വേറൊരാളുടെ കാറിനകത്ത് കയറിയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്തേനെ, പോലീസിനെ വിളിച്ച്. പക്ഷെ ഇവിടെ അവർ നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ക്ഷണിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശ്രീല പ്രഭുപാദ് വൈദിക സംസ്കാരത്തിൽ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സംസ്കാരമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു.